അപ്പോൾ ഇന്നാണ് കേസ് നമ്മൾ രാവിലെ കാലൊക്കെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇന്നാണ് കേസ് നമുക്ക് ചെറിയൊരു ബസ് ഡ്രൈവിങ് കാലൊക്കെ ഉള്ളതാണ്. അപ്പം ഞാനാണെങ്കിൽ രാവിലെ തന്നെ എണീച്ച് കേസ് നമ്മുടെ ബസ്സിലോട്ട് കാലൊക്കെ ഐശ്വര്യമായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണെങ്കിൽ നമുക്കാണെങ്കിൽ ടൂർ പോയി തുടങ്ങാം കേസ്. ടൂറല്ലേ കേസ്, നമ്മൾ ഇതും കാലൊക്കെ പോകാം കേസ്. നമ്മൾ പ്രൈവറ്റ് ബസ്സാണ്. കേസ് അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സാണ്ട് ഇച്ചിരി എടുത്തൊക്കെ ഇടും. അപ്പം ഇവിടെ കണ്ട കയറാണ്ട് കയറി അങ്ങനെ അവരെ കയറ്റിയിട്ടുണ്ട്. അവർ കയറിയില്ല കേസ്, അവർക്ക് വേറെ എടുത്ത് പോകാനുള്ള ബസ്സാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ പിന്നെ കയറ്റാനും നിന്നില്ല കേസ്. അവർ പിന്നെ എന്തിനാണ് കേസ് വലിച്ച് കയറ്റുന്നത്. അതിപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ പോകുകയാണ് കേസ്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിലൊരു കാറ് ഇടിക്കല് കേസ്. ഒന്നാമത് നമ്മളെ വണ്ടികളൊക്കെ ഫുള്ള് തകിടമായിട്ട് ഇരിക്കുകയാണ്. നമ്മളെ വണ്ടി ഭയങ്കര ഡ്രിഫ്റ്റാണ് കേസ്. നമ്മൾ ഡ്രിഫ്റ്റനാണ് കേസ്, ഡ്രിഫ്റ്റൻ. അതപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ ചെറിയതായിട്ടൊരു സ്റ്റോപ്പുണ്ട് കേസ്. അവിടെ ഇച്ചിരി നിർത്തിയിടേണ്ട ആവശ്യമുണ്ട് കേസ്. അപ്പോൾ നമ്മൾ എൻ്റെ മോനെ ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കുന്നില്ല കേസ്. അപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കത്തില്ല കേസ്. എന്ത് ചെയ്യാനാണ് കേസ്, നമ്മളെ വണ്ടിയാണെങ്കിൽ നമ്മൾ കൺട്രോളിലോട്ട് അങ്ങ് തീരെ വരുന്നില്ല കേസ്. ഇവിടെ വല്ല നിർത്തിയിടാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ആണെങ്കിൽ നമ്മളെ വണ്ടി അങ്ങോട്ട് നിൽക്കുന്നില്ല കേസ്. നമ്മളെ കൺട്രോളിൽ നിന്ന് കേസ് നിന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട് കേസ്. ഇനി എല്ലാവരും ഒന്ന് കയറി പെട്ടെന്ന് കയറി ചേച്ചി, പെട്ടെന്ന് കയറ്. അപ്പോൾ കേസ് അങ്ങനെ അവരും കാലൊക്കെ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ നമ്മൾ അടുത്ത ട്രിപ്പിനോട്ട് നിങ്ങളൊക്കെ പോവാം. അതിനു മുമ്പേ കേസ് നമുക്കാണെങ്കിൽ ഇതിലേ പോവാം. ഇതിപ്പോൾ നമ്മളെ ഫ്രണ്ടിലൊരു ഈ ഒരു കാറുകളിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യണം കേസ്. എനിക്ക് പെട്ടെന്ന് എത്തേണ്ടുള്ളതാണ് ചേട്ടാ. അവിടെ നിൽക്കുക ചേട്ടാ. ചേട്ടൻ അവിടെ പോട്ടെ, എവിടെ വീട്ടിൽ പോയി ഇരിക്കാനല്ലേ ചേട്ടാ. ചേട്ടൻ അവിടെ ഒന്നും പോകണ്ട ചേട്ടാ. നമ്മളാണെങ്കിൽ അങ്ങനെ കയറി പോകുകയാണ് കേസ്. നമ്മൾ ഫ്രണ്ടിലെ കണ്ട കേസ് ഇല്ല സിനിമയിലെ ആ ഒരു കട്ടിങ്ങാണ് എനിക്ക് ഓർമ്മ വന്നത് കേസ്. അടിപൊളിയാണ് കേസ്. പറക്കും തളിക കേസ്, കറക്റ്റ് പറക്കും തളികയുള്ള ഫീലിംഗ് ആയിരുന്നു എനിക്ക് വന്നത്. അതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേസ്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേസ്. ഞാൻ ഒരു ബസ് വരുന്നത് വരെ കാത്തിരിക്കണം കേസ്. അതിനകത്താണെങ്കിൽ കുറേ സ്കൂൾ കുട്ടികൾ വരെയൊക്കെ കാണും. പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ ആൾക്കാരെല്ലാം വരും. ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു കറക്റ്റ് ഇവിടെ ആയിട്ടല്ല കേസ് നിർത്തിയിടേണ്ടുള്ളത് കേസ്. ഇവിടെ ആയിട്ടാണ് നമ്മൾ നിർത്തിയിടുന്നത് കേസ്. ഇതിലേക്ക് ഇറങ്ങി മറ്റേ വഴി വരാനാണ് കേസ് നമ്മളൊരു ഇത് കേസ്. നമ്മളാണെങ്കിൽ ഇതാണ്ട് കേസ് ഇങ്ങോട്ടിടുകയാണ് കേസ്. ഇത്രയും ദൂരത്തിൽ ഇടണം കേസ്. ഇത്രയും ദൂരത്തിൽ നമ്മൾ ഇടുന്നുണ്ട് കേസ്. ഇനി എല്ലാവരും കയറാൻ ഇച്ചിരി താമസമാണ് കേസ്. ട്രെയിൻ വരുന്നുണ്ട് കേസ്. ഇച്ചിരി ബാക്കിലിടാൻ കേസ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ബാക്കിൽ പോട്ട് കേസ്. പോട്ടെ ഇടിക്കത്തില്ല. ട്രെയിൻ കുഴപ്പമില്ല, വരും. ഇത്ര മതി കേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇച്ചിരി നിർത്തിയിടുകയാണ് കേസ്. അപ്പം ട്രെയിൻ വെയിറ്റിടണം. ട്രെയിൻ വരണ്ട കേസ്. ഇനി പിള്ളേർക്കാന്ന് കയറിയാൽ മതി കേസ്. പിള്ളേർ കയറി കേസ്. അങ്ങനെ പകുതി വരുന്നയാളൊക്കെ കയറിയിട്ടുണ്ട് കേസ്. നമ്മൾ ട്രെയിൻ ഇതിലോട്ട് വന്നില്ലായിരുന്നു. കുഴപ്പമില്ല കേസ്, ട്രെയിനെ കാണാൻ പറ്റില്ല കേസ്. ഒരു ദുഃഖമാണോ, കുഴപ്പമില്ല. നമുക്കെന്തായാലും ഇങ്ങോട്ടും കാലൊക്കെ പോവാം കേസ്. അത് നമ്മൾ ജുറാസിക് പാർക്കിന് മുമ്പിൽ കേസ് പോകുന്നത് കേസ്. ഇവിടുന്ന് ഇതുമെല്ലാം വരെയാണ് കേസ് തീരുന്നത് കേസ്. ജുറാസിക് പാർക്ക് കൊള്ളാം കേസ്. വാതിൽ പറഞ്ഞ് തന്നതാണ് കേസ്. ഞാൻ ഇപ്പോൾ കയറിയാണ് കേസ്. നമ്മൾ മറ്റേ ഓർമ്മയിൽ ടൂർ പോകുന്നതിൻ്റെ കേസ്. ഇന്നലെ നമ്മൾ കയറിയില്ലായിരുന്നു കേസ്. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമ്മൾ ടൂറിൻ്റെ വീഡിയോകളിലൊക്കെ ഇട്ടായിരുന്നു കേസ്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഓടിപ്പോയി ചാടിപ്പോയി കണ്ടിട്ട് വന്നിരുന്ന ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് കേസ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ പോവുകയാണ് കേസ്. അതിപ്പം നമ്മളിങ്ങനെ പോവുകയാണ് കേസ്. അപ്പം നമ്മളിങ്ങനെ പോയി പോവുകയാണ് കേസ്. ഇത് വണ്ടി അങ്ങോട്ട് അനങ്ങുന്നില്ല. ആരുമില്ല കേസ്. ഈ ഒരു വരിയിലൊന്നും ആരുമില്ല കേസ്. ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനില്ല കേസ്. എന്താണ് കേസ് ഇവിടെ ആരുമൊന്നും ഇല്ലാത്തത് കേസ്. നമ്മളാണെങ്കിൽ ഇവിടെ ഒറ്റ കേസ്. എന്നാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇത് കുറവുണ്ട് കേസ്. പൈസ കേസ് ഒറ്റ മനുഷ്യനില്ലാത്തതുകൊണ്ട് നല്ല ഇത് കുറവുണ്ട് കേസ്. ഇവിടെ ജുറാസിക് പാർക്ക് ആയതുകൊണ്ട് ഇവിടെ വീടുകളും ഇല്ല കേസ്. നമ്മൾ പറയുന്ന കണക്ക് തന്നെയാണ് കേസ്. എനിക്ക് ചെറുതായിട്ടൊരു പനിയും കാലൊക്കെ ഉണ്ട് കേസ്. അതാണ് കേസ് നമ്മളെ വീഡിയോ ഒക്കെ ഇച്ചിരി ലേറ്റ് ആവുന്നത് കേസ്. പക്ഷെ അങ്ങനെ നമുക്കാണെങ്കിൽ ഇങ്ങനെ പോവുകയാണ് കേസ്. അപ്പം ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനില്ലാത്ത ഏരിയയാണ് കേസ്. ഇങ്ങോട്ടൊക്കെ ഈ പട്ടിക്കാട് കണക്കാണ് കേസ് ഇവിടെ എല്ലാം കിടക്കുന്നത്. നമ്മൾ പണ്ട് ഈ ബീച്ച് ഇപ്പോഴും വരുവാണെങ്കിൽ ഇപ്പോൾ ഈ ബീച്ചിലൊന്നും വരത്തില്ല കേസ്. അതാണ് കേസ് നമുക്ക് ഇങ്ങനെ തോന്നിപ്പിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇവിടെ ബീച്ച് മുക്കുണ്ട് കേസ്. ഈ ഒരു വരികളൊക്കെ നമ്മൾ കയറി. ട്രെയിൻ പാളമാണ് കേസ്. എന്നാലും നമ്മളെ ഇതാണ് കേട്ടോ കേസ്. നമ്മളെ വരിയാണ്. ട്രെയിൻ പാളമൊന്നുമല്ല കേസ്. നമുക്കിത് വരിയാണ് കേസ് പോകേണ്ടുള്ളത് കേസ്. അപ്പം നമ്മൾ ഇതുവഴി പോവുകയാണ് കേസ്. റോഡിലൊന്നും പോകാൻ പറ്റത്തില്ല കേസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കൂടെ അങ്ങ് ഓട്ടിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നല്ല കേസ് നമ്മുടെ അടുത്താണ് കളി കേസ്. നമ്മളൊക്കെ വേറെ പിള്ളേരാണ് കേസ്. നമ്മുടെ അടുത്ത് നിന്ന് വരെ കളിക്കാനൊന്നും വരില്ലേ. നമ്മൾ വേറെ അടി വെച്ച് തരും. അതപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഗൈസ് എല്ലാവരും ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാത്തതാണെങ്കിൽ ഓടിച്ചൊന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെന്നിട്ട് കാണുക ഗൈസ്. അപ്പോൾ
സോ നമ്മളിങ്ങനെ പോയി ഗൈസ് നമ്മളില്ല ഗൈസ് വല്ലാത്ത ദൂരമുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിച്ച കണക്കല്ലായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടുന്ന് ആദ്യമായിട്ടാണ് ഗൈസ് ഇവിടെ നിന്നുള്ളൊരു ടൂറ് നമ്മൾ പോകുന്നത്, ട്രിപ്പുകളൊക്കെ പോകുന്നത്. ഇവിടെ ആണെങ്കിൽ ബസ്സിൽ ആരും ഇല്ല ഗൈസ്. ഇവിടെ ട്രെയിനൊന്നും വരാത്തതുകൊണ്ടാണ് ഞാൻ ഡ്രൈവർ ട്രാക്കി ഇറക്കിയത്. അപ്പം നമ്മൾ ഗൈസ് എൻ്റെ പൊന്നു മോനടാ ട്രെയിനൊന്നും വരില്ലേ, എനിക്ക് ഇപ്പം തന്നെ ചീത്ത വിളിയൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. ബാക്ക് ചെയ്താണെങ്കിൽ ഭ്രാന്താണെന്നൊക്കെ ചോദിച്ചു. ഫുള്ള് സ്കൂൾ സ്റ്റുഡൻസ് ആണ് ഗൈസ്, സ്കൂൾ ബസ് കണക്കാണ് ഗൈസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഗൈസ്. നമ്മളിത് പ്രൈവറ്റ് ബസ്സായിട്ടും സ്കൂൾ ബസ്സിന് കണക്കത്തെ പിള്ളേരാണ് ഗൈസ്. ഇവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ല ഗൈസ്. എൻ്റെ പൊന്നു ഇവിടെ നിന്നൊന്നും ഒറ്റ മനുഷ്യൻ കയറിയില്ല ഗൈസ്. റോഡിലോട്ടല്ലേ ഗൈസ് നമ്മൾ പോകുന്നത്, ഇതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിച്ചു വിട്ട് പോകാനും പറ്റൂല ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടെയൊന്നും കൊള്ളാത്ത വരിയാണ്. അതുപോലെ തന്നെ നമ്മൾ ബസ്സാണെങ്കിൽ കൊള്ളാത്ത ബസ്സാണ് ഗൈസ്. നമ്മളിപ്പോൾ കാട്ടിക്കടയാണ് കയറി പോകുന്നത്. അപ്പം നമുക്കാണെങ്കിൽ വയ്യ ഗൈസ്, നമ്മൾ ബസ്സൊന്നും ഓട്ടിക്കാൻ വയ്യ ഗൈസ്. നമ്മൾ കാട്ടിക്കടയൊക്കെ ഓട്ടിച്ചെന്ന് ഇതൊക്കെയാണ് ഭയങ്കര സ്പീഡ് കുറവ് ഗൈസ്. എങ്ങനെയെന്ന് വെച്ചാണ് ഗൈസ് ഞാൻ ഓട്ടിക്കുന്നത് ഗൈസ്, അല്ലാത്ത സ്പീഡ് കുറവ് ഗൈസ്. ഇങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തണം ഗൈസ്. അതാണ് ഗൈസ് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തണം ഗൈസ്. അതാണ് നമ്മളൊരു ഐഡിയ. നമ്മുടെ റോഡിലോട്ട് ഞങ്ങൾക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. ട്രെയിൻ വരുന്നുണ്ട്, സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഗൈസ് ഇവിടെ ആൾക്കാരുണ്ട് ഗൈസ്. നമ്മൾ ആൾക്കാരുള്ള ഏരിയ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ആരും കൈയൊന്നും കാണിക്കുന്നില്ല ഗൈസ്. എല്ലാവർക്കും കാറും ബൈക്കും ഉള്ളതുകൊണ്ട് അതിനകത്തും എല്ലാവരും പോവുകയാണ്. നമ്മൾ ബസ്സൊന്നും വേണ്ട ഗൈസ്. ഗൈസ് അപ്പോൾ ആരും ഇല്ല ഗൈസ്, നമ്മൾ ട്രെയിനും ഇല്ല ഒന്നുമില്ല ഗൈസ് നമ്മൾ സിറ്റിയിലാണെങ്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ഗുഡ് ബൈ ഗൈസ്.